നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്നൊന്ന് അറിഞ്ഞാലോ. അതായത് വളരെ ബേസിക് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതായത് ഒരു വാഹനം എടുക്കുന്ന ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. അതായത് വാഹനം ഓടിക്കാൻ അറിയാം, ശരിയാണ്. എന്നാൽ എങ്ങനെയാണ് ഈ വാഹനം ഓടിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ വാഹനം ഓടുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ ഞാൻ എല്ലാവർക്കും തരാം. ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പുതിയ വാഹനത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ വർക്കിംഗ് ഒക്കെ അറിയണം എന്ന ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കുക. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഒരു വാഹനം ഓടുന്നതെന്ന്, എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളതും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഞാനിന്ന് പറഞ്ഞുതരാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഫസ്റ്റ് കാര്യം, ഒരു വാഹനത്തിൻ്റെ ഫസ്റ്റ് കാര്യം തന്നെ പറഞ്ഞേക്കാം. ഫ്യൂവൽ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മുടെ ഹാർട്ടാണ്. അതായത് ഈ വാഹനത്തിൻ്റെ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ തന്നെയാണ്. അതായത് ഈ കാണുന്ന ഒരു യൂണിറ്റാണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് എയർ ഫിൽറ്ററാണ്. ഇതിൻ്റെ താഴെ കാണുന്ന ഈ ഒരു യൂണിറ്റാണ് എഞ്ചിൻ എന്ന് പറയുന്നത്. അതായത് ഈ എഞ്ചിൻ വർക്കാകുന്നതിൻ്റെ ഫലമായിട്ടാണ് വാഹനം ഓടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എഞ്ചിൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേറെ കമ്പോണൻസ്, അതായത് കുറച്ചേറെ മൂവിങ് പാർട്സുകൾ കൂട്ടിച്ചേർത്ത് അതിനകത്ത് തന്നെ കമ്പസ്റ്റൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പൊട്ടിത്തെറി, അതായത് ഫ്യൂവലിനെ ബേൺ ചെയ്യിച്ച് പവർ ഉണ്ടാക്കുന്ന ഒരു സോഴ്സാണ് നമ്മൾ ഈ കണ്ട എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഞ്ചിനകത്ത് ശരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്യൂവലൊക്കെ വേണം. ഫ്യൂവലൊക്കെ മെയിൻ കാര്യമാണോ എന്ന് ചോദിച്ചാൽ മെയിൻ കാര്യമാണ്. പക്ഷേ ഏറ്റവും മെയിൻ കാര്യം എഞ്ചിനില്ലാതെ ഫ്യൂവൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇനി നേരെ തിരിച്ചും വേണമെങ്കിൽ പറയാം, എഞ്ചിനുണ്ട് ഫ്യൂവലില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റാണ്. പക്ഷേ മെയിൻ ഒരു വാഹനത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനാണ്. എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പിസ്റ്റൻസ് വരുന്നുണ്ട്. പിസ്റ്റൻസിനകത്തോട്ട് എയർ എടുക്കുന്നുണ്ട്. അതായത് പിസ്റ്റൻ താഴോട്ട് പോകുന്ന സമയത്ത് എയർ ഇതിനകത്തോട്ട് കയറുന്നുണ്ട്. ഫ്യൂവൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇതിനെ കംപ്രസ് ചെയ്യിക്കുന്നുണ്ട്. അന്നേരം ഈ പറയുന്ന പോലെ കംപ്രഷൻ വരുന്ന സമയത്ത് ഒരു സ്പാർക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും വാഹനത്തിനകത്തുള്ള ഫ്യൂവൽ ബേൺ ചെയ്യും. അന്നേരമാണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഇതിനെ പുഷ് ചെയ്തും താഴോട്ട്, അതായത് പിസ്റ്റനെ പുഷ് ചെയ്യും. ഈ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, അതായത് അപ്പ് ആൻഡ് ഡൗൺ മോഷനെ റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്ത് കറക്കം വരുന്നുണ്ട്. ഈ കറക്കത്തിൽ നേരെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ പോവുകയാണ്. ഇങ്ങനെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ഇതിൽ ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണം. ഞാൻ ഉറപ്പായിട്ടും അതിനെക്കുറിച്ചൊരു വീഡിയോ, അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ഇപ്പോൾ എഞ്ചിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഞ്ചിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഞാനൊരു വീഡിയോ ഷുവറായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, എഞ്ചിൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷനാണ്. അതായത് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ പറയുന്ന പോലെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മുടെ ടയറിലോട്ട് റൊട്ടേഷൻ പോകണം. ഈ ടയറിലോട്ട് എങ്ങനെ റൊട്ടേഷൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എഞ്ചിനാണെന്ന് പറഞ്ഞു. എയർ ഫിൽറ്റർ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ കാണുന്ന, ഈ താഴെ കാണുന്ന ഈ ഒരു പോർഷൻസ് എല്ലാം എഞ്ചിൻ റിലേറ്റഡ് ആണ്. ഈ കാണുന്നതാണ് ഗിയർ ബോക്സ്. അതായത് ഈ തൊട്ട് താഴെ, നേരെ താഴെ കാണുന്ന ഈ ഒരു പോർഷനാണ് നമ്മുടെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എഞ്ചിൻ്റെ ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ, അതായത് ഇവിടുത്തെ ഈ പോർഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് ഗിയർ ബോക്സ് ആണ്. ഇങ്ങറ്റം വരെ നമ്മുടെ ഗിയർ ബോക്സ് ആണ് വരുന്നത്. എന്താണ് ശരിക്കും ഗിയർ ബോക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിലുണ്ടാകുന്ന കറക്കത്തിനെ ടയേഴ്സിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇതിനകത്ത് വേറൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം, ടോർക്കും ഉണ്ടാകണം. അതായത് നമ്മുടെ എഞ്ചിൻ സാധാരണ കറങ്ങുന്ന രീതിക്ക് വെറുതെ കറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കയറ്റം കയറത്തില്ല. എഞ്ചിനൊരു 10 വട്ടം കറങ്ങിക്കഴിഞ്ഞാൽ ഗിയർ ബോക്സ് ഒരു തവണ കറങ്ങും, അത് ഫസ്റ്റ് ഗിയർ. അപ്പോൾ ഇങ്ങനെ ഗിയർ റേഷ്യോയിലോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓരോ ഗിയർ റേഷ്യോസിലോട്ട് വരാൻ വേണ്ടിയിട്ട് സ്പീഡ്, എഞ്ചിൻ സ്പീഡ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സ്പീഡ് ആകുന്നതനുസരിച്ച് ഗിയേഴ്സ് അപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ടോപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ടോപ്പിലോട്ട് കയറ്റാൻ വേണ്ടി സാധിക്കും ഈ ഗിയർ ബോക്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഗിയർ ബോക്സ് എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ, സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്ന ഒരു മാനുവൽ ഗിയർ ബോക്സ്. ഇനി ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളായിട്ട് ഗിയേഴ്സ് ഇടേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഗിയേഴ്സ് ഷിഫ്റ്റ് ആകുന്നതായിരിക്കും സ്പീഡിനനുസരിച്ച്. ഇനി അതല്ല, CVT ടൈപ്പ് ഉണ്ട്. CVT ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ടൈപ്പ് തന്നെയാണ് വരുന്നത്. മെറ്റൽ ബെൽറ്റ് ആണെന്നേ ഉള്ളൂ. കാറിലൊക്കെ വരുന്ന സമയത്ത്, സ്കൂട്ടറിലൊക്കെ വരുന്ന സമയത്ത് അത് ഒരു റബ്ബർ ബെൽറ്റാണ് യൂസ് ചെയ്യുന്നത്. വേരിയബിൾ ടൈപ്പാണ് വരുന്ന ബെൽറ്റ്. പൊങ്ങുകയും താഴെയും ചെയ്യുന്നതിനനുസരിച്ചാണ് സ്പീഡ് വേരി ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ഒരു ഗിയർ ബോക്സിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ ഗിയർ ബോക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എഞ്ചിനിലെ പവർ, അല്ലെങ്കിൽ എഞ്ചിനിൽ നിന്ന് വരുന്ന ഡ്രൈവിനെ കൺവേർട്ട് ചെയ്ത് ടയറിലോട്ട് കൊടുക്കാൻ വേണ്ടി, അതായത് സ്പീഡ് വേരി ചെയ്ത് ടയറിലോട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്മിഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നിക്കാണും. ഈ ട്രാൻസ്മിഷനിലോട്ട് ഈ എഞ്ചിൻ്റെ പവർ വരണമല്ലോ, അതായത് എഞ്ചിൻ്റെ കറക്കം ട്രാൻസ്മിഷനിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ കാണുമല്ലോ. ഉറപ്പായിട്ടും ഉണ്ട്. അതാണ് നമ്മുടെ ക്ലച്ച്. അതായത് വാഹനത്തിനകത്ത് വരുന്ന, അല്ലെങ്കിൽ ഒരു എഞ്ചിനിൽ നിന്നും ട്രാൻസ്ഫറായി വരുന്ന റൊട്ടേഷനെ ഗിയർ ബോക്സിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ്, അല്ലെങ്കിൽ ഒരു കമ്പോണൻ്റ് ആണ് നമ്മുടെ ക്ലച്ച് എന്ന് പറയുന്നത്. ഈ ക്ലച്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മാനുവൽ വാഹനത്തിൽ നമ്മുടെ എഞ്ചിനിൽ നിന്നും ഗിയർ ബോക്സിലോട്ടുള്ള ഡ്രൈവിനെ കട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതായത് നിർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് ക്ലച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനും ഗിയർ ബോക്സും സ്പ്ലിറ്റായി, ഗിയർ ബോക്സ് ഫ്രീ ആയിട്ട് കറങ്ങും, ടയറും ഫ്രീ ആയിട്ട് കറങ്ങും. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു കാരണവശാലും വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
വെറുതെ ക്ലച്ച് ചവിട്ടില്ല, ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ക്ലച്ച് ചവിട്ടാം. വളവോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടാൻ പാടില്ല. അതൊരു തെറ്റായൊരു രീതിയാണ്. വളവെങ്കിൽ നമ്മൾ ഏത് ഗിയറിലാണോ പോകുന്നത് ആ ഗിയറിൽ തന്നെ പോകാൻ ശ്രമിക്കുക. ഇനി നോക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് പതുക്കെ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് ഉടനെ ക്ലച്ച് ഒന്ന് കാലെടുത്തോണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വളവെങ്കിൽ ഒരു കാരണവശാലും ക്ലച്ച് അപ്ലൈ ചെയ്യാൻ പാടില്ല. വാഹനം ഫ്രീ ആയി പോവുകയാണ് അന്നേരം ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മെയിൻ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി തന്നെയാണ്. ഈ ഒരു ബാറ്ററി യൂണിറ്റ് എല്ലാ വാഹനങ്ങളിലും വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഇലക്ട്രിക്കൽ വാഹനങ്ങളിൽ വരെ ഈ ഒരു ബാറ്ററി അവൈലബിൾ ആണ്. അതായത് ഒരു നോർമൽ ബാറ്ററി വാഹനത്തിനെ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ആക്സസറീസിൽ സപ്ലൈ കൊടുക്കാനോ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഈ ഒരു ബാറ്ററിയാണ്. കുറച്ച് പേർക്കെങ്കിലും സംശയം കാണും ഈ ഒരു ബാറ്ററി എന്തിനാണ് ഇരിക്കുന്നത്, ജസ്റ്റ് വാഹനത്തിനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് മാത്രമല്ലേ ഉള്ളൂ. അത് മാത്രമല്ല ശരിക്കും ഈ ഒരു ബാറ്ററിയുടെ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതെ, സ്റ്റാർട്ട് ചെയ്യാനും തന്നെ യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ സ്റ്റാർട്ടിങ് മാത്രമല്ല ഇതിൻ്റെ ഫംഗ്ഷൻ. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെ എല്ലാം കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും എല്ലാ കാര്യത്തിലോട്ടും പ്രോപ്പറായിട്ടുള്ള 12 വോൾട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ കൊടുക്കാൻ വേണ്ടി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ ചിലരെങ്കിലും എന്നോട് ചോദിക്കുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ ആവശ്യമുണ്ടോ, ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്തിട്ടൂടെ? നമ്മുടെ വാഹനത്തിൽ, അതായത് പഴയ വാഹനത്തിലൊക്കെ ഓക്കെ നടക്കുമെന്ന് പറയാം. പക്ഷേ പുതിയ വാഹനത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന് ലോഡ് കൂടുന്നുണ്ടെന്ന് അല്ലെങ്കിൽ എഞ്ചിന് ലോഡ് കൂടുന്നുണ്ടെന്നുള്ള ECMന് മനസ്സിലാകുന്ന സമയത്ത് ഓൾട്ടർനേറ്ററും AC കംപ്രസറും ഒക്കെ അത് കട്ട് ഓഫ് ആക്കുന്നുണ്ട്. അതായത് ബാറ്ററിയിൽ നിന്ന് തന്നെ സപ്ലൈ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് വാഹനം. അങ്ങനെ സപ്ലൈ എടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി മോശമാണെങ്കിൽ വാഹനം ഓഫായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ പെട്രോൾ വാഹനമാണെങ്കിൽ ഇഗ്നൈറ്ററിലോട്ട് കറണ്ട് വരുന്നില്ല, സ്പാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള കറണ്ട് ഇല്ല, ഫ്യൂൽ പമ്പിലോട്ട് വരുന്ന ലൈൻ കട്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കട്ടാകുന്നതല്ല, ബാറ്ററി കിട്ടാതെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചാർജ് ഇല്ലാതെ വരുമ്പോഴത്തേക്കല്ല അവിടെ കറണ്ട് വരാതെ വരുന്ന സമയത്ത് അത് ഓഫായി പോകും. അങ്ങനെ വാഹനം ഓഫാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വാഹനത്തിൻ്റെ ബാറ്ററി അതൊരു വലിയൊരു കമ്പോണൻറ്റ് തന്നെയാണ്. എല്ലാ കാര്യത്തിലും പ്രോപ്പറായിട്ടുള്ള കറണ്ട് കിട്ടാനും കാര്യങ്ങളൊക്കെ. പക്ഷേ സ്റ്റാർട്ടിങ് ഒരു ചെറിയ കാര്യമല്ല, സ്റ്റാർട്ടിങ് ഒരു വലിയ കാര്യമാണ്. സ്റ്റാർട്ടിങ്ങിനോട് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ഈ ബാറ്ററി കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാറ്ററി ചാർജ് ആക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു സോഴ്സ് വേണം. അത് നമ്മുടെ ഓൾട്ടർനേറ്ററാണ്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു യൂണിറ്റാണ് ഈ വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. ഈ ഓൾട്ടർനേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കറണ്ട് ഉണ്ടാക്കാനും ഉൽപ്പാദിപ്പിക്കാനും അത് യൂസ് ചെയ്യാനുമാണ് ഈ ഓൾട്ടർനേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഓൾട്ടർനേറ്ററിന് ഒരു കുഴപ്പം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓൾട്ടർനേറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ഈ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രശ്നം വരും. ഓൾട്ടർനേറ്റർ കംപ്ലയിൻറ്റ് വന്നാൽ എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയേക്കാം. നമ്മുടെ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്ററിനകത്ത്, അതായത് മീറ്റർ കൺസോളിനകത്ത് ഒരു ബാറ്ററിയുടെ വാർണിംഗ് ലൈറ്റ് കാണിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ട്. വാഹനത്തിൻ്റെ കീ ഓൺ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞാൽ അത് കെട്ടുപോകും. പിന്നെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലൈറ്റ്സ് ഇല്ല. ഇതിലെപ്പോഴെങ്കിലും വാഹനത്തിൻ്റെ ബാറ്ററി ലൈറ്റ് കത്തി കിടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ബാറ്ററിയുടെ വാർണിംഗ് ലൈറ്റ് കത്തി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്ററിന് കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഈ ഓൾട്ടർനേറ്റർ കൃത്യമായിട്ടുള്ള വോൾട്ടേജ് നമ്മുടെ ബാറ്ററിയിലോട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അന്നേരം ബാറ്ററിയുടെ വാർണിംഗ് ലൈറ്റ് കാണിക്കും. എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ വാഹനം ഓടിക്കാൻ പറ്റുന്നുണ്ട്, ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വാഹനം സ്റ്റാർട്ടാകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷേ അങ്ങനെ സ്റ്റാർട്ടായാലും ഈ ബാറ്ററി, അതായത് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഈ ബാറ്ററി കൺസ്യൂം ചെയ്തായിരിക്കും പിന്നെ വാഹനം ഓടുന്നത്. ഇങ്ങനെ ഈ ബാറ്ററി കൺസ്യൂം ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ അധികം നേരം ഈ വാഹനം ഓടത്തില്ല. കാരണം ഫ്യൂവൽ പമ്പിലേക്ക് കറണ്ട് എടുക്കുന്നു, ACയോ ബ്ലോറോ വല്ല ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കറണ്ട് എടുക്കുന്നു, പിന്നെ നമ്മുടെ ഇഗ്നൈറ്ററിലോട്ട് കറണ്ട് എടുക്കുന്നു. ഇങ്ങനെ പല കാര്യത്തിലോട്ടാണ് കറണ്ട് പോകുന്നത്. അങ്ങനെ കറണ്ട് കൺസപ്ഷൻ വരുന്നുള്ളതുകൊണ്ട് ഈ വാഹനം അധികം ദൂരം ഓടില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ വാഹനം ഓഫായി പോകും. പിന്നെ ഈ വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനൊരു വാർണിംഗ് ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചില്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ കൊണ്ട് കാണിച്ചത് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത് വരുന്നത് നമ്മുടെ എഞ്ചിൻ്റെ കൂളിംഗ് സിസ്റ്റമാണ്. എന്തിനാണ് എഞ്ചിനെ കൂൾ ചെയ്യിക്കുന്നത്? അതായത് നമുക്കറിയാവുന്ന പോലെ കുറച്ചെങ്കിലും നമ്മൾ തമാശയ്ക്കാണെങ്കിൽ കോമഡിയിലാണെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, വാഹനം സ്റ്റാർട്ട് ചെയ്ത് റേഡിയേറ്ററിനകത്ത് വെള്ളം ചൂടാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഞ്ചാബി ഹൗസിനകത്തുള്ള ഡയലോഗ്. ആ സെയിം ഒരു ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്താണ് നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ, അല്ലെങ്കിൽ ഈ കാണുന്നതാണ് റേഡിയേറ്ററിൻ്റെ മിച്ചമാണ് ഇങ്ങോട്ട് വരുന്നത്. അതായത് ഫില്ലർ ഹോസിൻ്റെ ബാക്കിയാണ് ഇവിടെ കാണുന്നതിൻ്റെ താഴെ റേഡിയേറ്ററാണ് വരുന്നത്. ഇതിലെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും റേഡിയേറ്ററിൻ്റെ ഫിൻസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മേളിൽ താഴെ വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റേഡിയേറ്ററിനകത്ത് നമ്മൾ എന്താണ് ഒഴിക്കുന്നത് വെച്ചാൽ കൂളൻ്റാണ് ഫില്ല് ചെയ്യുന്നത്. എന്തിനാണ് കൂളൻ്റ് ഫില്ല് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനെ കൂൾ ചെയ്യിക്കാൻ വേണ്ടി. ഇനി ആ ചോദ്യം വരുന്നത്, എന്തിനാണ് എഞ്ചിനെ കൂൾ ചെയ്യിക്കുന്നത്? ശരിക്കും നമ്മുടെ വാഹനത്തിനകത്ത് ബേണിംഗ് ആണ് നടക്കുന്നത് ഞാൻ പറഞ്ഞു. അതായത് ഫ്യൂവൽ ബേണിംഗ് ആണ് നടക്കുന്നത്. ഈ ഫ്യൂവൽ ബേണിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ഒബ്വിയസ്ലി ഉണ്ടാകുന്നത് ഹീറ്റാണ്, അതായത് ചൂടുണ്ടാകും. ഈ ചൂടിനെ കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ, നോർമലായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഓവറായിട്ട് ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂളൻ്റ് സർക്കുലേഷൻ നടക്കുന്നത്. ഈ കൂളൻ്റ് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ചൂടിനെ ഈ കൂളൻ്റ് അബ്സോർവ് ചെയ്ത് നേരെ കൊണ്ടുവരും. അതായത്
ഇവിടെ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് ഉണ്ട്. ഈ വാൽവ് ഓപ്പൺ ആകുന്നത് വാഹനത്തിനകത്തുള്ള, അതായത് എഞ്ചിനകത്തുള്ള കൂളൻ്റ് ടെമ്പറേച്ചർ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിൻ്റെ മേളിലോട്ട് കയറുന്ന സമയത്ത് ഇവിടെ ഒരു വാൽവ് ഓപ്പൺ ആയി. അതായത് തെർമോസ്റ്റാറ്റ് വാൽവ് ഇത് എഞ്ചിനകത്തുള്ള കൂളൻ്റ് ചൂടായി എന്ന് അറിയുന്ന സമയത്ത് ഇതിലെ കൂളൻ്റ് നേരെ മേളിലോട്ട് കയറി ഇതിലെ നേരെ തണുപ്പിച്ച്, അതായത് ഈ ഫാൻ യൂസ് ചെയ്യാം. ഇവിടെ ഒരു ഫാൻ വരുന്നുണ്ട്, റേഡിയേറ്റർ ഫാൻ വരുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ ഓടിക്കുന്ന സമയത്ത് കാറ്റടിച്ച് ഈ ചൂടിനെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ കൂളൻ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂടിനെ അബ്സോർവ് ചെയ്ത് റേഡിയേറ്റർ വഴി കറങ്ങി തിരിച്ച് പിന്നെയും എഞ്ചിനകത്തോട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വാട്ടർ പമ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വരുന്നുണ്ട്. അതായത് ഈ കൂളൻ്റിനെ സർക്കുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള പോലെ ഒരു പമ്പ് തന്നെ ഇവിടെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് വാട്ടർ പമ്പ് എന്ന് പറയുന്നത്. ഈ കറുത്ത ഇച്ചിരി വലുപ്പത്തിൽ കാണുന്ന ഇതിനകത്താണ് വാട്ടർ പമ്പ് വരുന്നത്. ഈ ഒരു പമ്പാണ് നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റിനെ സർക്കുലേറ്റ് ചെയ്യിക്കുന്നത്. എഞ്ചിനകത്ത് ഫുള്ള് വാട്ടർ ഗാലറീസിലും എല്ലാം സർക്കുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന വാട്ടർ പമ്പാണ്. ഈ പമ്പിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും കംപ്ലയിൻറ്റ്സ് വരാം, വാട്ടർ പമ്പിൻ്റെ ബെയറിംഗ് പോയിട്ടുണ്ടെങ്കിൽ ഒച്ച വരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതുകൊണ്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പോൾ എഞ്ചിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ കൂളൻ്റ് യൂസ് ചെയ്യുന്നത്. അത് കൂളൻ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ ഘടകം തന്നെയാണ്. അതിൽ സാധാ പച്ചവെള്ളമൊക്കെ ഒഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിക്കല്. ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ കൂളൻ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. എന്തുകൊണ്ട് പച്ചവെള്ളം ഒഴിക്കലെന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിനകത്ത് മിനറൽസിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് പായലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പഴയ വാഹനങ്ങളുടെയൊക്കെ റേഡിയേറ്റർ തുറന്ന് നോക്കി കഴിയുമ്പോൾ ചെളി വെള്ളം കിടക്കുന്നത് കാണുന്നതിൻ്റെ കാര്യം. അതാരും ചെളി അറിഞ്ഞുകൊണ്ട് ഒഴിക്കുന്നതല്ല, ഈ പായലും കാര്യങ്ങളൊക്കെ ഇരുന്നത് ചെളിയായി ഫോം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഫില്ല് ചെയ്യരുത്. അങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ റേഡിയേറ്ററിന് കംപ്ലയിൻറ്റ് വരും. ഈ ചെളിയും കാര്യങ്ങളൊക്കെ അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ റേഡിയേറ്റർ ബ്ലോക്ക് ആവും, വാഹനം ഓവർ ഹീറ്റ് ആവും, മുമ്പോട്ട് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിന് പണി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് വരുന്നതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ സിസ്റ്റം. ഫ്യൂവൽ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ മേലാത്ത ആരും കാണത്തില്ല. നമ്മൾ തുടക്കം പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമ്മൾ വാഹനത്തിൻ്റെ ഫ്യൂവൽ ഫില്ല് ചെയ്യും. എന്തിനാണ് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഫ്യൂവൽ ഈ ഓടിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ചോദിച്ചാൽ ഫ്യൂവലിനെ ബേൺ ചെയ്യിച്ചാണ് ചെയ്യുന്നത്. അപ്പം ഈ ബാക്കിൽ ഫ്യൂവൽ ടാങ്ക് വരുന്നുണ്ട്. അതിലെ ലൈൻസ് വന്ന് നേരെ നമ്മുടെ എൻജിൻ കമ്പാർട്ട്മെൻറ്റിലോട്ടാണ് വരുന്നത്. അടിയിൽ കൂടെയാണ് വരുന്നത്. ഈ 2 ലൈൻസാണ്, അതായത് ഈ താഴെ കൂടെ കാണുന്ന ഈ 1, ഇത് 2, ഇങ്ങനെ 2 ലൈൻസ് വരുന്നുണ്ട്. 2 ലൈൻസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ചാർക്കോൾ കാനിസ്റ്ററിലോട്ട്, അതായത് ആവിയായി പോകുന്ന ഫ്യൂവലിനെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി. അതായത് ബേസിക്കായിട്ടായതുകൊണ്ടാണ് ഞാനിന്ന് പറഞ്ഞു പോകുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിനകത്ത് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്, കൂടുതൽ ഫ്യൂവൽ അടിച്ചിട്ട് ആവിയായി പോകത്തില്ല. ഒരു കാരണവശാലും ആവിയായി പോകത്തില്ല. പിന്നെ പ്രഷർ കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാങ്കിനകത്ത് പ്രഷർ കൂടിയാൽ നേരെ ഇവിടെ വന്ന് ഈ പറയുന്ന ചാർക്കോൾ കാനിസ്റ്റർ എന്ന് പറയുന്ന ഈ യൂണിറ്റിലോട്ട് ആവിയായി പോകുന്ന ഫ്യൂവലിനെ സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫ്യൂവൽ തിരിച്ച് ഈ ലൈൻ വഴി ഈ കാണുന്നൊരു പെർജ് കൺട്രോൾ വാൽവാണ്. എപ്പോഴാണോ വാഹനം സഡനായിട്ടുള്ള ആക്സലറേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ വാഹനത്തിന് കൂടുതൽ ഫ്യൂവലിൻ്റെ അംശം വേണ്ടി വരുന്നത്, അന്നേരം പെർജ് കൺട്രോൾ വാൽവ് ഓപ്പൺ ആകുന്ന സമയത്ത് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്യൂവലിൻ്റെ അംശം കൂടെ അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ പവർ കുറച്ചും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഒരു കാരണവശാലും നമുക്കൊരു ഫ്യൂവൽ വേപ്പറായി പോയെന്ന് പറഞ്ഞിട്ടൊരു നഷ്ടം നമ്മുടെ വാഹനത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫ്യൂവൽ സിസ്റ്റം എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോയി. ഫ്യൂവൽ ഫില്ല് ചെയ്തു, ബേൺ ചെയ്യുന്നു, വാഹനം ഓടുന്നു. ഇതാണ് ഫ്യൂവൽ സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടുള്ള ഘടകം. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റമാണ്. അതായത് പഴയ വാഹനങ്ങളിലെ ഇലക്ട്രിക്കൽ സിസ്റ്റം വളരെ കുറവായിരുന്നു. അതായത് പെട്രോൾ വാഹനമാണെങ്കിൽ പോലും പഴയ വാഹനത്തിൻ്റെയൊക്കെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്പാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇഗ്നീഷൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത്. കാരണം ബാക്കിയുള്ള എല്ലാം മെക്കാനിക്കൽ സിസ്റ്റമായിരുന്നു, ഇൻക്ലൂഡിങ് ഫ്യൂവൽ പമ്പ് വരെ മെക്കാനിക്കൽ സിസ്റ്റമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കാലം മാറി, എല്ലാം കാര്യങ്ങൾ ഇലക്ട്രിക്കലായി, മെക്കാനിക്കൽ സിസ്റ്റംസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഹുഡ് തുറക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന കുറേ വയേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത്രയൊന്നും പണ്ടത്തെ കാലത്ത് ഇല്ലായിരുന്നു. ഇപ്പം ABSൻ്റെ മൊഡ്യൂളാണ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ECM ആണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ECMനെ കാണാൻ സാധിക്കും എന്ത് വയേഴ്സാണ് വരുന്നത്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലോട്ടും പോകുന്ന ലൈൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൺട്രോളിംഗ് ആണ് നടക്കുന്നത്. അതായത് ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇലക്ട്രിക്കൽ സിസ്റ്റമാണ്. അതായത് ഇനി അങ്ങോട്ടുള്ള ഒരു ജനറേഷൻ ഇപ്പം നമുക്കറിയാം, നമുക്കിപ്പം വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കൽ വാഹനങ്ങളാണ് വരുന്നത്. നമ്മുടെ നോർമൽ എന്താ പറയുന്നത് IC എൻജിൻസൊക്കെ ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൂർണ്ണമായിട്ട് ഒഴിവായിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും EV അത്രത്തോളം സ്ട്രോങ് ആയിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് വേറൊന്നും കൊണ്ടല്ല, ബേസിക്കായിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നത് ഈ കാര്യം കൂടെ ആഡ് ചെയ്യുന്നത്. അതായത് ഒരു EV എടുക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കുറേ ആലോചനകൾ വരണം, അല്ലെങ്കിൽ നിങ്ങൾ കുറേ വർക്കൗട്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഡെയിലി ഓട്ടോ ഉണ്ടോ, എത്ര കിലോമീറ്റർ ഓടും, ഇത്ര കിലോമീറ്ററാണ് സ്ഥിരം ഓടുന്നതെങ്കിൽ ഒരു EV എടുക്കുന്നതുകൊണ്ട് നഷ്ടമില്ല. കാരണം പ്ലാനിങ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഒരു കാരണവശാലും ഒരു EV എടുക്കാൻ സാധിക്കില്ല. അതേ സ്ഥാനത്ത് ഒരു IC എഞ്ചിൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എടുത്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ
10 ദിവസം ഓടിയില്ലെങ്കിലും 11ാമത്തെ ദിവസം നമുക്ക് പെട്ടെന്ന് പോയി ഫ്യൂൽ അടിച്ച് ഓടാൻ സാധിക്കും. പക്ഷേ അതുപോലെയല്ല ഒരു ഇലക്ട്രിക്കൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ. ഇലക്ട്രിക്കൽ വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടം വേണം. ഓട്ടം ഇല്ലെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഒരു ഗുണവും ഇല്ലെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ റൈഡിങ്ങിലോട്ടാണ് വരുന്നത്. അതായത് വാഹനം ഓടിക്കുന്ന കാര്യത്തിലോട്ടാണ് വരുന്നത്. അതായത് നെക്സ്റ്റ് വരുന്ന നമ്മുടെ സസ്പെൻഷൻ സിസ്റ്റം. അതായത് വാഹനത്തിൽ സസ്പെൻഷൻ സിസ്റ്റം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഷോക്കുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം ആദ്യമുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മോശപ്പെട്ട വഴിയിൽ കൂടെ പോകുന്ന സമയത്ത് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അങ്ങനെ ചാടുന്ന സമയത്ത് ആ ഒരു ആക്ഷനെ അതായത് ഒരു അപ്പ് ആൻഡ് ഡൗൺസ്, ആ ഒരു ആക്ഷനെ വാഹനം സ്വയം എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സസ്പെൻഷൻ്റെ ഫലമായിട്ടാണ് എടുക്കുന്നത്. അതായത് ഞാൻ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമുക്കിത് ഈ കാണുന്നത് ഒരു ഷോക്കിൻ്റെ അപ്പർ പോർഷനാണ് നമ്മൾ ആ കാണുന്നത്. ആ ഷോക്കിനെ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇത് ഈ കാണുന്ന സ്പ്രിങ് കണ്ടോ, സ്പ്രിങ് ഇതിൻ്റെ താഴെ വരുന്നതാണ് ഷോക്ക് അബ്സോർബർ അല്ലെങ്കിൽ സ്ട്രട്ട് എന്നറിയപ്പെടും. ബാക്കിൽ ഇതുപോലെ സ്പ്രിങ്ങും വരുന്നുണ്ട്, ഷോക്ക് അബ്സോർബറാണ് വരുന്നത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഇതിന് സ്ട്രട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഈ ടൈപ്പ് 4 ഷോക്കുകൾ നമ്മുടെ വാഹനത്തിൽ വരുന്നുണ്ട്. ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, ബാക്ക് റൈറ്റ്, ബാക്ക് ലെഫ്റ്റ്. ഇത്രയും 4 ഷോക്കുകളാണ് വരുന്നത്. ഷോക്കിൻ്റെ പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ വില കൂടുന്നുണ്ട്. അതില്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം ലോവർ വേരിയൻസ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ വില കുറഞ്ഞ വാഹനങ്ങളിൽ കുറച്ചുകൂടെ സസ്പെൻഷന് കുറച്ചുകൂടെ സ്റ്റിഫറൊക്കെ ആയിരിക്കും, കുറച്ച് കട്ടിയായിരിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് വാഹനത്തിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച്, ഓരോ കാര്യങ്ങളും കംഫോർട്ട് കൂടുന്നതിനനുസരിച്ച് ഈ പറയുന്ന ഷോക്കിൻ്റെ എല്ലാം റീവർക്കിങ് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റീവർക്കിംഗ് കൂടുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് കംഫോർട്ടബിലിറ്റിയും വാഹനം ഓടിക്കുന്നതിൻ്റെ സുഖവും കാര്യങ്ങളൊക്കെ വളരെ മുന്നിലായിരിക്കും. അതും ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ സസ്പെൻഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാര്യമാണ് ടയേഴ്സ്. ഈ ടയേഴ്സാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിനെ റോള് ചെയ്യിക്കാൻ വേണ്ടി, അതായത് ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യാനും കറങ്ങാനും ഒക്കെ യൂസ് ചെയ്യുന്ന ടയേഴ്സാണ്. ഈ ടയേഴ്സ് തന്നെ നമുക്ക് 5 എണ്ണം വരുന്നുണ്ട്. ഒരു വാഹനത്തിൽ സ്പെയർ ടയറും കൂടെ കൂട്ടി 5 ടയേഴ്സ് വരുന്നുണ്ട്. 4 ടയേഴ്സാണ് നമ്മുടെ വാഹനത്തിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ ചില വാഹനങ്ങൾക്ക് സ്പെയർ ടയർ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് സ്പെയർ വീലായിട്ട് മാത്രം യൂസ് ചെയ്യുന്ന മോഡൽസ് അവൈലബിൾ ആണ്. എന്നാൽ ചില വാഹനങ്ങളിൽ സ്പെയർ വീലും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത്. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമുക്ക് ടയർ റൊട്ടേഷൻ ചെയ്യുമ്പോൾ 5 ടയറും കൂടെ റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടയറിൻ്റെ സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ചെറിയ സൈസായിരിക്കും. നമ്മുടെ വാഹനത്തിനകത്ത് കൊള്ളാൻ വേണ്ടിയിട്ട്, അതായത് സുഖമായിട്ടിരിക്കാനും കാര്യങ്ങളെല്ലാം വേണ്ടി യൂസ് ചെയ്യുന്ന വെറും സ്പെയർ ടയറായിട്ട് വരുന്ന മോഡൽസും അവൈലബിൾ ആണ്. എല്ലാം കൂടിയ വാഹനങ്ങളിലൊക്കെ അത് വരുന്നുണ്ട്. പക്ഷേ എന്നാൽ ചില സമയത്ത് നമുക്ക് പറയാൻ പറ്റും, കുറഞ്ഞ വാഹനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ 5 ടയറും സാധാ ടയറായിരിക്കും. 5 ടയറും നമുക്ക് റൊട്ടേഷൻ ചെയ്ത് വരുന്ന സമയത്ത് ടയറിൻ്റെ തേയ്മാനം കുറയ്ക്കാൻ സാധിക്കും. ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും ഒരു കാരണവശാലും ഞാൻ പറയത്തില്ല. ഓക്കെ, അപ്പോൾ അതൊരു കാരണമാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ്. പണ്ടത്തെ വാഹനത്തിലൊക്കെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങൾക്കെല്ലാം ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ അഡാസ്, അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അഡാസ് ഫീച്ചേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും നല്ലതാണ്. ഓട്ടോ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ബ്രേക്ക് ചവിട്ടാൻ മറന്നു പോയാലും കോഷനും വാർണിങ്ങും ഒക്കെ തന്നതിന് ശേഷം വാഹനം തന്നെ സഡനായിട്ടുള്ള ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യും. അപ്പോൾ അത്രയും വരെ ടെക്നോളജി എത്തിയിട്ടുണ്ട്. ബേസിക്കായിട്ട് വരുന്ന കാര്യം എന്ന് പറയുക എയർ ബാഗ്, ABS, EBD കാര്യങ്ങളൊക്കെ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ വരുന്നുണ്ട്. എയർ ബാഗ് എന്ന് പറഞ്ഞാൽ അറിയാം. EBD എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. എയർ ബാഗ് കോമൺ ആയിട്ട് അറിയാം. പിന്നെ ABS എന്ന് പറയുമ്പോഴത്തേക്കും വാഹനം സ്കിഡ് ആവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് ടയറാണോ സ്കിഡ് ആവുന്നത് ആ ടയറിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ എന്തെങ്കിലും കാര്യം ഞാൻ ആഡ് ഓൺ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കുക. ഇതല്ല, ഇതിനകത്ത് ഏതെങ്കിലും കാര്യത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ കാര്യം എന്താണെന്നുള്ളതും കൂടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.